Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. വനാതിർത്തിയിലെ കൃഷിയിടം കാട്ടാന നശിപ്പിച്ചതിൽ മനംനൊന്ത് വിഷക്കുപ്പി കൈയിലേന്തി കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോത്തുകൽ കോടാലിപ്പൊയിൽ നെടുംപൊട്ടിയിലെ നെടുമ്പ മുഹമ്മദാണ് കൃഷിനാശത്തിൽ മനംനൊന്ത് വിഷക്കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വിവരമറിഞ്ഞെത്തിയ വഴിക്കടവ് വനം റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലിനടക്കമുള്ള വനപാലകരെ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞുവച്ചു. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണാമെന്ന് പറഞ്ഞ മുഹമ്മദിനെ നാട്ടുകാരും വനം ജീവനക്കാരും ചേർന്ന് അനുനയിപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. രോഗബാധിതരും കിടപ്പുരോഗികളുമായ 2 സഹോദരങ്ങളുടേതടക്കമുള്ള 1.5 ഏക്കർ ഭൂമിയിലാണ് മുഹമ്മദ് കൃഷി ചെയ്തുവരുന്നത്. വാഴ, തെങ്ങ്, കമുങ്ങ്, കപ്പ, ചേമ്പ്, കൂവ തുടങ്ങി നിരവധി കാർഷിക വിളകൾ കൃഷി ചെയ്തുവരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി കൃഷിയിടത്തിന് ചുറ്റും സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ലൈനിൽ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും 5 മരങ്ങൾ തള്ളിയിട്ട് വേലി തകർത്ത ശേഷമാണ് കാട്ടാന കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. ഈ കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ആന റോട്ടിൽ കൂടെ അങ്ങനെ നടന്നു പോകുന്നപ്പോൾ മദ്രസിലെ കുട്ടികൾ അതിന്റെ തൊട്ട ബാക്കിലാണ്. അവരോട് പറഞ്ഞു ഞങ്ങൾ പെട്രോളിങ്ങിന് ആളെ വെക്കാന്ന് പറഞ്ഞു. പെട്രോളിങ് അവർ നടത്തുന്നില്ല എന്ന് നമ്മൾ പറയില്ല, നടത്തുന്നുണ്ട്. പക്ഷെ 8 മണിയാകുമ്പോഴത്തേനും അവർ വന്ന് പോവുകയാണ്. അവരുടെ ജീവന് നല്ല വില കൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, പക്ഷെ മറ്റു സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഈ കർഷകന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന അയാൾ കരഞ്ഞു പറഞ്ഞപ്പോൾ ഈ കുപ്പിയും കയ്യിൽ പിടിച്ച് വന്നപ്പോൾ സത്യത്തിൽ നമ്മൾ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. അയാൾ മരിച്ചു പോകുന്നു. കാരണം 4 ദിവസം മുന്നേ വേറെ അതേ ആന വന്നുകൊണ്ട് നശിപ്പിച്ച് പോയിട്ട് പിറ്റേന്ന് വന്നുകൊണ്ട് അന്ന് നേരമ്പോഴത്തേപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അയാളെ മരിക്കും എന്നുള്ള ഉത്തമം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഫോറസ്റ്റർമാരെ വിളിക്കുകയും അയാൾ സ്റ്റേഷനിൽ പോയി എന്നിട്ട് നമ്മളിവിടെ ഫോറസ്റ്റ് വണ്ടി തടഞ്ഞുകൊണ്ട് അതിന് എന്തെങ്കിലും അന്തിമ തീരുമാനം അടിയന്തരമായിട്ട് നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. തോട്ടത്തിലെ വാഴ, കമുങ്ങ്, കപ്പ തുടങ്ങിയ വിളകൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു. ഭാരിച്ച കൂലി കൊടുക്കാൻ കഴിയാത്തതിനാൽ കൃഷിപ്പണികൾ മുഴുവൻ 63-കാരനായ മുഹമ്മദും ഭാര്യയും ചേർന്നാണ് ചെയ്തിരുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയവയെല്ലാം ഒരു സുപ്രഭാതത്തിൽ കാട്ടാന നശിപ്പിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഇയാൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കുലച്ചതും കുലയ്ക്കാറായതുമായ 100 കണക്കിന് വാഴകളും കായ്ച്ചതും കായ്ക്കാറായതുമായ നിരവധി കമുങ്ങുകളും കപ്പയുമടക്കം കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷം കാട്ടാന കൃഷി നശിപ്പിച്ചതിന് അപേക്ഷ നൽകിയെങ്കിലും വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് പറയുന്നു. ഉച്ചയ്ക്ക് നശിച്ചുണ്ടാക്കിയത് ഇത് കുടിച്ച് അതിൻ്റെ മരുകൽ ഫോറസ്റ്റർമാരോട് പറഞ്ഞാൽ ഓരോന്നിട്ട് ആ കമ്പിമേത്ത കാട നിറവിട്ടു. കറണ്ടൊന്നുമില്ല. അതിൻ്റെ പരിപാടി ഒരുപ്പം 4 ദിവസം ഇന്നിറങ്ങി വന്ന് മറ്റേ പുല്ലും കാടൊന്നും വെട്ടി ബാറ്റ് കൊണ്ടിട്ട് 4 കൊല്ലായി ചാർജ് ചെയ്യാൻ കൊണ്ടിട്ട്. ഈ ഒറ്റാനെ കൊള്ള ശല്യത്തിന് എല്ലാവർക്കും ശല്യമാണ്. കുട്ടികൾക്ക് വരെ മദ്രസ നെട്ടക്കറാൻ വെച്ചാൽ ഇതിനെ ഇവിടുന്ന് വെടിച്ച് ഒഴിവാക്കാൻ ഗവൺമെൻറ്റിന് അനുകൂലം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോഴത്തെ ഈ വിഷം കുറിച്ച് ചാണ്ടി. ഇയാളുടെ കൃഷിയിടത്തിലെ 400 വാഴകളാണ് കഴിഞ്ഞ വർഷം മാത്രം കാട്ടാന നശിപ്പിച്ചത്. അടിയന്തരമായി കാട്ടാന പ്രശ്നം പരിഹരിക്കാമെന്ന റേഞ്ച് ഓഫീസറുടെ ഉറപ്പിലാണ് മുഹമ്മദ് ആത്മഹത്യാ ഭീഷണി അവസാനിപ്പിച്ചത്. ഈസ്റ്റ് ലൈവ്, എടക്കര.